അപ്പോൾ ആൽവി, അന്ന് തൊട്ട് നിങ്ങൾ ഒഫീഷ്യൽ റിലേഷൻഷിപ്പിലായോ? ഏയ് ഇല്ല. എനിക്ക് തോന്നിയ ഫീലിങ്സ് ഞാൻ അവനോട് തുറന്നു പറഞ്ഞു. അവന് തോന്നിയത് എന്താണെന്ന് അവൻ എന്നോട് തുറന്നു പറഞ്ഞു. അത്രേ അന്ന് അവിടെ നടന്നുള്ളൂ. ഒഫീഷ്യൽ റിലേഷൻഷിപ്പിലായോ എന്ന് ചോദിച്ചാൽ നോ. അതിനുശേഷവും ഞങ്ങൾ ഒരുപാട് ഫോർമലായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറിയത്. ഓക്കെ. അപ്പം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഓരോ സ്റ്റേജസ് അനുസരിച്ച് ഡെവലപ്മെൻ്റ് ഉള്ള ഒരു ലവ് സ്റ്റോറി ആയിരുന്നു നിങ്ങളുടേത് അല്ലേ? എനിക്ക് അത്രയും മനസ്സിലായി. നീ നന്നായിട്ട് പാടുമല്ലേ? എനിക്കും ഒരു പാട്ട് പാടി തരണേ. ഹാ, അതെ, പാട്ട് പാടാനുള്ള അവസ്ഥയിലാണല്ലോ ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഒന്ന് പോയിടി. അതെ, ഉടനെ വല്ല റൊമാൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? അല്ല, ഈ സ്റ്റോറി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ ആയല്ലോ, എന്നിട്ടും ഒരു കിസ്സൊന്നും വന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഉണ്ട്, എല്ലാം ഉണ്ട്. വരൂ, വെയിറ്റ് ചെയ്യും. കിട്ടിപ്പോയി മോനെ, കിട്ടിപ്പോയി. ക്രിസ്റ്റി, ഈ ആൽവി എങ്ങോട്ടാ മുങ്ങുന്നേന്ന് എനിക്ക് കിട്ടിപ്പോയി. ഏ, എങ്ങനെ മനസ്സിലായി? അതിന് ആൽവി എങ്ങോട്ട് മുങ്ങുന്നു എന്നാ നീയൊക്കെ പറയുന്നേ? എന്താടാ ക്രിസ്റ്റി ഇതൊക്കെ? അത് പിന്നെ ആമി, അവൻ കുറെ ആയില്ല ഇങ്ങനെ മുങ്ങി കളിക്കുന്നു. അത് എങ്ങോട്ടാന്ന് നോക്കാൻ ഞാനാ അവനോട് പറഞ്ഞേ. എങ്ങോട്ടാണ് അവൻ പോകുന്നേ? ആ, ഇവിടുന്ന് നേരെ അവൻ ചെയ്യുന്നത് അപ്പുറത്തെ ബ്ലോക്കിലേക്കാ. എന്നിട്ട് അവിടെ ആ കുട്ടികളുടെ ജനറൽ വാർഡില്ലേ, അതിനകത്തേക്ക് കയറിപ്പോയി. അതിൻ്റെ അകത്തേക്ക് എനിക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് പിന്നീട് എങ്ങോട്ട് പോയി അറിയത്തില്ല. എനിക്ക് ഡ്യൂട്ടിയോ അല്ലെങ്കിൽ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാണെന്ന് വിചാരിച്ച് ഞാൻ അവിടുന്ന് തിരിച്ചു വന്നു. അവൻ അത് കഴിഞ്ഞ് എങ്ങോട്ട് പോയി എന്ന് എനിക്കറിയില്ല. എന്താ ക്രിസ്റ്റി ഇതൊക്കെ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, ആൽവി നിന്നോട് പറയണമെന്ന് തോന്നുന്ന സമയത്ത് അവൻ നിന്നോട് പറയും. ഇപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി വരുന്നതേ ഉള്ളൂ. നീ ഇങ്ങനെ തിരക്ക് പിടിക്കാതെ ഇനി അവന്റെ പുറകെ പോകാനൊന്നും നിൽക്കരുത്, കേട്ടല്ലോ? നെഫലി, നിന്നോടും കൂടിയാ പറയുന്നേ. ആടി, സോറി. അത് അന്നെങ്ങാണ്ട് ഇവനോട് പറഞ്ഞതാ. ഇവനിത് ഇന്ന് പോയി നോക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആ, സാരില്ല, പോട്ടെ. അവൻ എന്നോട് പറയണം തോന്നുന്നു പറയട്ടെ. ഇത്രയും കാലം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ട് ഇമ്പോർട്ടൻ്റ് കാര്യം എന്നോട് നേരത്തെ പറഞ്ഞില്ലെങ്കിൽ അവനെ ഞാൻ കൊല്ലും. നോക്കിക്കോ, അത് ഉറപ്പാ. അത് അത്രയും വലിയ ഇമ്പോർട്ടന്റ് കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആൽവിക്ക് പിള്ളേരെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമല്ലേ? കഴിഞ്ഞ ദിവസം അവൻ ഒരു പാക്കറ്റ് ചോക്ലേറ്റും മേടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നത് ഞാൻ കണ്ടതല്ലേ. നീ എപ്പോ കണ്ടു? എന്നിട്ട് നീ എന്താ ഞങ്ങളോട് പറയാത്തെ? അവനില്ലേലും പണ്ടേ ഉള്ള സ്വഭാവ. കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അപ്പം മിഠായി മേടിച്ചു കൊടുക്കും. മിക്കവാറും ആ വാടി കിടക്കുന്ന കുട്ടികൾക്ക് മുഴുവനും ഡെയിലി മിഠായി മേടിച്ചു കൊടുക്കാന്ന് ശബ്ദം എടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും പോകുന്നത്. ഇനിയിപ്പോ അവനായിട്ട് പറയട്ടെ, വേറെ വല്ലതും ആണെങ്കിലും. വിട്, ടോപ്പിക്ക് മാറ്റ്. എടി ആമി, മിഠായി വേണോ? എന്നാ. ഹായ് ലോലിപോപ്പ്, ഞാൻ ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ. ഷോ, താങ്ക് യു. അതെന്ത് പരിപാടി? അവക്ക് മാത്രം ലോലിപോപ്പ്, ഞങ്ങൾക്കൊന്നും ഒന്നും ഇല്ലേ? ആ, അത് നിങ്ങൾക്കുള്ളതും എൻ്റെ കയ്യിലുണ്ട്. ഇന്നാ എടുത്തോ. തീർന്നില്ലേ? വന്ന് വന്ന് ഇതിപ്പോ നമ്മുടെ സ്ഥിരം പ്ലേസ് ആയിട്ട് മാറിയിട്ടുണ്ട്. എന്നാണോ കുട്ടികൾ നമ്മളെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നത്? ഏയ്, അവരൊറ്റിക്കൊടുക്കൊന്നുമില്ല. ഞാൻ അവർക്ക് ചോക്ലേറ്റ് ഒക്കെ മേടിച്ചു കൊടുത്തതല്ലേ. അത് ശരിയാ, ഇവരെ വിശ്വസിക്കാം. പക്ഷേ എൻ്റെ അനിയത്തി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അവളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. ഏയ്, ആമി അങ്ങനെയൊന്നും ചെയ്യില്ല. അവള് പാവ. ജസ്റ്റ് വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കല്ലേ. അല്ല, വീട്ടിൽ ചോദിച്ചാൽ എന്തു പറയും? വീട്ടിൽ മമ്മയും പപ്പയൊക്കെ സമ്മതിക്കുമോ? ജസ്റ്റിയുടെ മമ്മിയുടെ പപ്പയുടെ പേരെന്താ? എൻ്റെ മമ്മയും പപ്പയും അവർ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു. നിന്നെ കണ്ട ദിവസം തന്നെ ഞാൻ പോയി പറഞ്ഞു. എനിക്ക് ഒരുത്തനെയാ സ്പാർക്ക് അടിച്ചത്, ഒരു തീനെയല്ല. വലിയ റിയാക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ തമ്മിലുള്ള ഡെയിലി കോൺവെർസേഷൻസ്, എല്ലാ കാര്യങ്ങളും ഞാൻ വീട്ടിൽ പോയി പറയും. അതുകൊണ്ടാണല്ലോ ആമിക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ടാണല്ലോ ഫസ്റ്റ് ഡേ നിന്നെ കണ്ടപ്പോൾ തന്നെ അവള് വെൽക്കം ടു ദ ഫാമിലി എന്ന് പറഞ്ഞത്. അപ്പൊ അവർക്കൊക്കെ ഓൾറെഡി അറിയോ? കർത്താവേ, ഞാനിനി ഇതെങ്ങനെ വീട്ടിൽ പറയും? അതൊക്കെ നമുക്ക് പറയാം, അതേക്കുറിച്ചൊന്നും നീ ഇപ്പൊ ആലോചിക്കണ്ട. ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങനെ ചുമ്മാ പറഞ്ഞെന്നല്ലേ ഉള്ളൂ. ഇതുവരെ നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കുള്ളത് എന്താണെന്നൊന്നും തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ. കുറച്ചുകൂടി കഴിയട്ടെ, എല്ലാം ഒന്ന് പുരോഗമിക്കട്ടെ, എന്നിട്ട് നമുക്ക് പതിയെ വീട്ടിൽ പറയാം. ഇപ്പൊ നീ അതൊന്നും ആലോചിച്ച് പേടിക്കാതെ വൈകുന്നേരം ക്ലാസ് കട്ട് ചെയ്തിട്ട് മുങ്ങാനുള്ള പരിപാടിയുടെ കാര്യം പറ. അത് നടക്കൂല, അത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. അയ്യോ, അവർക്ക് ഡൗട്ട് അടിക്കും. ഒന്നാമത് ഇപ്പോഴേ നല്ല സംശയമുണ്ട്.
എത്രയും പെട്ടെന്ന് അവരോട് പറയണം. ഇതൊക്കെ ഒന്ന് ഉറപ്പിച്ചിട്ട് വേണം പറയാൻ. ഇന്നിപ്പോ ക്ലാസ്സും കൂടി കട്ട് ചെയ്ത് ഇറങ്ങിയ ക്രിസ്റ്റി എന്നെ കൊല്ലും. വേണ്ട, ആ പരിപാടിയൊന്നും വേണ്ട. നമുക്ക് വൈകുന്നേരം ഹോസ്റ്റലിൽ എപ്പോഴും പോകുന്നു, അല്ല അവിടെ നിന്ന് നടക്കാൻ പോവാം. എപ്പോഴും ഇങ്ങനെ നടക്കാൻ പോയാൽ മതിയോ? നമുക്കൊരു ഡേറ്റിനൊക്കെ പോണ്ടേ? ശരി, ഇന്ന് ക്ലാസ് കട്ട് ചെയ്യണ്ട, വീക്കെൻഡിന് നമുക്ക് പോയാലോ? അയ്യോ, അതും പറ്റില്ല, എനിക്ക് വീട്ടിൽ പോകണം. ഇത്രയും ദിവസമായിട്ട് വീട്ടിൽ പോയിട്ടില്ല. മമ്മി എന്താ വരാത്തേയും ചോദിക്കുന്നുണ്ട്. ഈ വെള്ളിയാഴ്ച ഞാൻ വീട്ടിൽ പോകും. എന്തുവാ ആൽവി, ഓരോന്നിങ്ങനെ മുടക്ക് പറയാതെ. ഉറപ്പായിട്ടും പോണം, ഈ വീക്ക് തന്നെ പോണം. വീക്കെൻഡ് പറ്റില്ലെങ്കിൽ ഇന്ന് ക്ലാസ് കട്ട് ചെയ്തിട്ട് പോവാം, അത്രേ ഉള്ളൂ. ആമിനോട് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാം. സോറി ജസ്റ്റി, എനിക്ക് പറ്റാത്തതുകൊണ്ടല്ലേ. ഈ വീക്ക് എന്തായാലും വീട്ടിൽ പോയേ പറ്റും. അടുത്ത ആഴ്ച വേണമെങ്കിൽ വീക്കെൻഡിന് നോക്കാം. അന്ന് വേണമെങ്കിൽ ഞാനിവിടെ എന്തെങ്കിലും ഒഴിവ് പറഞ്ഞ് സ്റ്റേ ചെയ്യാം. പിന്നെ ഇന്നത്തെ കാര്യം അത് ആമി ചെയ്തു തരുവാണെങ്കിൽ നമുക്ക് നൈസായിട്ട് കട്ടാക്കാം. പക്ഷെ കൂടുതലൊന്നും പറ്റില്ല. ലാസ്റ്റത്തെ 1 ഹവർ മാത്രം കട്ട് ചെയ്തിട്ട് നമുക്ക് പോവാം. വൈകുന്നേരം ഒരു 7 മണി 7:30 ആകുമ്പോൾ എനിക്ക് ഹോസ്റ്റലിൽ കയറണം. ആ, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഞാൻ ആമയ്ക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവൾ എന്തെങ്കിലും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തോളും. അല്ല, നമ്മൾ ഈ ക്ലാസ്സൊക്കെ കട്ട് ചെയ്തിട്ട് എവിടെ പോവാനാ? എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? പ്ലാൻ? ആ, അതൊക്കെ ഉണ്ട്. കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, നമുക്കൊന്ന് പോവാം. അല്ല, ജസ്റ്റിയുടെ മമ്മിയുടെയും പപ്പയുടെയും പേര് പറഞ്ഞില്ല, പറ. മമ്മിയുടെ പേര് സാറ, പപ്പയുടെ പേര് അബ്രഹാം. നിന്റെയോ? നിന്റെ പാരൻസിന്റെ പേരെന്താ? എൻ്റെ മമ്മിയുടെ പേര് ജെസ്സി, പപ്പയുടെ പേര് ജേക്കബ്. എനിക്ക് സിബ്ലിങ്സ് ഒന്നുമില്ല, ഞാൻ ഒറ്റമോനായതുകൊണ്ട് തന്നെ കുറച്ച് ഓവർ പ്രൊട്ടക്റ്റീവ് ആണ്. എന്നാലും ഞാൻ പറയുന്നതിനൊക്കെ അവർ സമ്മതിച്ചു തരും. ഞാൻ ഗേ ആണെന്ന് അവർക്ക് നേരത്തെ അറിയാം. സോ അതൊരു പ്രോബ്ലം അല്ല. ചെക്കൻ ആരാണെന്ന് അവിടെ കൊണ്ട് അവതരിപ്പിച്ചാൽ മാത്രം മതി. ഓ മൈ ഗോഡ്, എന്താ കോയിൻസിഡൻസ്. എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും വലിയ പ്രശ്നമല്ല. നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നിന്റെ പാരൻസിനും വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ചെറുതാക്കി കാണുമെന്നും വേണ്ട. നീ എനിക്ക് പറ്റിയ ആളെന്നെ ആണോന്ന് അവർ ഉറപ്പായിട്ടും ടെസ്റ്റ് ചെയ്യും. അതുകൊണ്ട് അവരെ കാണുമ്പോൾ ഒരു ടെസ്റ്റൊക്കെ എഴുതാനുള്ള ഒരു തയ്യാറെടുപ്പിൽ പോയാൽ മതി. പ്രത്യേകിച്ച് പപ്പ. നിന്നെ ഉറപ്പായിട്ടും പപ്പ എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിച്ച് കുഴപ്പിക്കും. പേടിക്കണ്ട. എന്ത് ടെസ്റ്റ് വെച്ചാലും എന്ത് ചാലഞ്ച് തന്നാലും നിനക്ക് വേണ്ടി ഞാനത് പാസ്സായിരിക്കും, ഉറപ്പാ. അയ്യോ അമ്മച്ചിയേ, വയറുവേദനിക്കുന്നേ. അയ്യോ അയ്യോ, എന്നെ ആരെങ്കിലും വീട്ടിൽ കൊണ്ടോണേ. ഓ, കീറാതടി പെണ്ണേ, ഞാൻ ആരെങ്കിലും വിളിച്ച് പറയാം, നിക്ക്. ഇവളുടെ അച്ചാച്ചനെ ഇനിയിപ്പോ എവിടെ പോയി തപ്പാനാ? അച്ചാച്ചനെ വിളിക്കണം. അയ്യോ, അച്ചാച്ചനെ വിളിച്ചാൽ കിട്ടൂലേ. അച്ചാച്ചൻ ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. എന്നെ ആൽവി വീട്ടിൽ കൊണ്ടാക്കിയാൽ മതി, ഞാനും ആൽവി പൊക്കോളാ. എടി ആമി, ഇതൊക്കെ കുറച്ച് ഓവറല്ലേ? നീ എന്തിനിങ്ങനെ ഓവർ ആക്ടിങ് കാണിക്കുന്നേ? എടാ ചപ്രത്തല, ഇത് ഓവറൊന്നും അല്ല. ഇങ്ങനെയൊക്കെ കാണിച്ചാലേ ഇവർക്ക് കുറച്ചൊക്കെ വിശ്വാസം വരുള്ളൂ. അയ്യോ അമ്മേ, എനിക്ക് വയറുവേദനിക്കുന്നേ. എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടോടാ ആൽവി. ഓ എന്റെ പൊന്നോ, നീ ഇതിനെയും കൊണ്ടൊന്ന് വീട്ടിൽ കൊണ്ടേ ആക്കുവോ? എനിക്ക് വയ്യ ഇതിനെ സഹിക്കാൻ. ആൽവി പ്ലീസ് ഒന്ന് കൊണ്ടുപോ. എന്നിട്ട് നീ അവളുടെ കൂടെ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് വന്നാലും മതി, ഒരു കുഴപ്പമില്ല. എന്നാ ഓക്കെ, ഞാൻ ഇവളെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് വരാം. കുറച്ച് നേരം അവളുടെ കൂടെ അവിടെ ഇരുന്നിട്ട് വരാം. ശരി എന്നാ. ഇത്രയും നേരം എടുത്തു അവിടെ നിന്ന് വരാൻ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നോ? പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു. നിങ്ങൾ അനിയത്തിന്റെ ഒടുക്കത്തെ ഓവർ ആക്ടിങ് ആയിരുന്നു. എന്റെ ഓവർ ആക്ടിങ് ഉണ്ടായിരുന്നോണ്ട് നമ്മൾ ഇവിടം വരെ എത്തി. ഇല്ലെങ്കിൽ ഇപ്പോഴും ആ ക്ലാസ്സിനകത്ത് ഇരുന്നേനെ. അല്ല, ഞാൻ നിന്നോട് എങ്ങനെയെങ്കിലും ആൽവിനെ പുറത്തു കൊണ്ടുവരാനല്ലേ പറഞ്ഞേ? നീ ഇപ്പൊ എങ്ങോട്ടാ? അത് വന്ന് അച്ചാച്ചാ, എനിക്ക് ക്ലാസ്സിലിരുന്ന് തീരെ മടുത്തു. എന്തായാലും ആൽവി ക്ലാസ് കട്ട് ചെയ്യാ, അപ്പൊ ഞാനും കൂടെ പോന്നു. ഞാൻ നിങ്ങളുടെ ഇടയിൽ കട്ടും പോകുന്നില്ല. ഞാൻ വീട്ടിൽ പോവാ. വീട്ടിൽ പോയിട്ട് ഒന്ന് സുഖമായിട്ട് ഉറങ്ങണം. പ്ലീസ് അച്ചാച്ചാ, നല്ല അച്ചാച്ചനല്ലേ. ദേ, ഇവിടം വരെ ഹെൽപ്പ് ചെയ്തതിനുള്ള നന്ദി കാണിച്ചോളണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ. അയ്യടാ, കുറച്ചു നേരത്തെ മുമ്പേ ഈ ചെയ്യുന്നതിന് നന്ദി എന്നും പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് 5000 രൂപ നീ എണ്ണി വാങ്ങിച്ചില്ലേ? അതെന്തേ? മോളിപ്പൊ തൽക്കാലം പുറത്തിറങ്ങണ്ട, ക്യാരിപ്പൊടിയകത്ത്. അച്ചാച്ച
അച്ഛാ, എന്തുവാ, ഞാൻ വീട്ടിൽ പൊക്കോളാം പ്ലീസ്. അല്ല, 5000 രൂപയോ ഇവിടം വരെ കൊണ്ടാക്കുന്നതിനോ? ആ അതെ, 5000 രൂപ എന്നെ കൊണ്ട് ഗൂഗിൾ പേ ചെയ്യിപ്പിച്ചാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ നിന്നെ അവിടെ നിന്ന് വിടില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുവായിരുന്നു ഇവള്. ഇവളാരാ സാധനം നിനക്ക് അറിയാത്തത് കൊണ്ടാണ്. കുട്ടിപ്പിശാശാണ്, കുട്ടിപ്പിശാശ്. നോക്കുന്നുണ്ടില്ലേ ഉണ്ടക്കണ്ണി. താൻ പോടാ തേങ്ങാത്തല, ചപ്രത്തല, മാങ്കാണ്ടി മോറ. എനിക്ക് എന്തെങ്കിലും കിട്ടണ്ടേ? താങ്ക്സ് അൽവി, നീ കാരണം എനിക്കിപ്പോൾ ഫ്രീ ആയിട്ട് 5000 റുപ്പീസ് കിട്ടി. അപ്പൊ ശരി, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകും, ഞാൻ എൻ്റെ വഴിക്ക് പോട്ടെ. ബൈ. വാവ്, നല്ല രസമുണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് നോക്കാൻ. അല്ല ജസ്റ്റി, എന്തുപറ്റി? എന്തിനാ എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ? അതിനേക്കാളും ഭംഗി നിന്റെ മുഖത്തിനായതുകൊണ്ടാ ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നേ. എന്തേ? അയ്യേ, ഒന്ന് പോയേ. യു ആർ സോ ചീസി. എനിക്ക് അങ്ങനെ വേണ്ട. ഐ ലവ് മാഫിയ ബോയ്. ഞാൻ മാഫിയ ബോയ് ആയ നിനക്കത് താങ്ങാൻ പറ്റുമോ? അതെന്താ അങ്ങനൊരു ടോക്ക്? എനിക്ക് പറ്റും. എനിക്ക് മാഫിയ ബോയ്സിനെ ഭയങ്കര ഇഷ്ടം. ഓ അങ്ങനെയാണോ? എന്നാ ഓക്കെ, ഞാൻ നോട്ട് ചെയ്ത് വെച്ചോളാം. മാഫിയ ബോയ് അല്ലേ? അപ്പോഴും ഇതൊക്കെ തന്നെ പറയണം കേട്ടോ. നോട്ട് ചെയ്ത് വെക്കാനോ? എപ്പോ പറയാൻ? കർത്താവേ, ഞാനായിട്ട് എനിക്കുള്ള കുഴി തോണ്ടിയോ? പേടിക്കണ്ട, അതോടനെ ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചങ്ങ് കഴിയട്ടെ, അപ്പം മനസ്സിലാവും ഞാൻ എന്താ പറഞ്ഞതെന്ന്. അന്ന് വേണമെങ്കിൽ ഞാൻ തന്നെ ഇതൊക്കെ ഓർമ്മിപ്പിച്ചു തരാം. ഓക്കെ? ഓ ധാരാളം മതി. പോണ്ടേ, സമയമായി. ഹോസ്റ്റലിൽ കയറണം. എവിടെ പോയതാണാവോ എന്റെ പുന്നാര മോൻ ഇത്രയും നേരം? അല്ല, കോളേജൊക്കെ വിടേണ്ട സമയം കഴിഞ്ഞു. മര്യാദയ്ക്ക് പറഞ്ഞിട്ട് നീ ഇവിടുന്ന് പോയാ മതി. പറയടാ. എന്റെ സാറാമ്മച്ചി, അത് ചോദിക്കാനാണോ ഇത്രയും നേരം ഇവിടെ നിന്നത്? അത് എന്നോട് ചോദിച്ചാ പോരെ, ഞാൻ പറഞ്ഞു തരൂലേ. ആഹാ, ഇതെന്ത് കോർട്ട് റൂമോ? എന്റെ മോൻ അവന്റെ ചെക്കനെയും കൂട്ടി ഒന്ന് പുറത്തു പോകാനും പറ്റത്തില്ലേ? അമ്മയും മോള് മാറിയേ, അവനൊന്ന് കേറി വന്നതല്ലേ ഉള്ളൂ. ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വരട്ടെ. പോ. ഓ, എല്ലാരും അറിഞ്ഞുകൊണ്ടുള്ള കുത്താണല്ലേ? അതെ, ഞാൻ അവനെയും കൊണ്ടൊന്ന് പുറത്തു പോയതാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമുക്ക് പ്രശ്നമൊന്നുമില്ല. അവന്റെ തന്തയും തള്ളയും കണ്ടിട്ട് നിന്നെ എടുത്തിട്ട് ചവിട്ടാതിരുന്നാ മതി. അത്രേ എനിക്ക് പറയാനുള്ളൂ. സാറാമേനോ, ആ വായും കൊണ്ട് ദയവ് ചെയ്ത് നെഗറ്റീവ് അടിക്കരുത് പ്ലീസ്. കാല് ഞാൻ പിടിക്കാം. ഡാഡാ, അതെന്താടാ അങ്ങനെ ഒരു ടോക്ക്? എന്റെ ഭാര്യയുടെ വായിക്ക് എന്താടാ കുഴപ്പം? ആ അത് വേണ്ട. അല്ല മൈ ഡിയർ പ്രിയപുത്രൻ ജസ്റ്റി, നീ എത്ര കാലം ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകും? ഒന്ന് ഒഫീഷ്യലായിട്ട് ആ ചെക്കനെ പ്രപ്പോസ് ചെയ്യടാ. അവനൊരാഗ്രഹം കാണത്തില്ലേ? അതൊന്ന് നടത്തിക്കൊടുത്തൂടെ? ഇപ്പൊ ഏകദേശം തുടങ്ങിയിട്ടിപ്പോ 2-3 ആഴ്ചയായില്ലേ? നല്ല ബെസ്റ്റ് തള്ള. അവസാനം ഞാനും ഏതെങ്കിലും ചെക്കനെയും കൊണ്ട് വരുമ്പോ ഇതൊക്കെ തന്നെ പറയണം കേട്ടോ മമ്മി. നീ കൊണ്ടുവരും, നിന്റെ മുട്ടുകാല് ഞാൻ തല്ലി ഒടിക്കും.
ഞങ്ങള് കാണിക്കുന്ന ചെക്കനെയും കിട്ടി സന്തോഷത്തോടെ ജീവിച്ചാ മതി. നീ ഇനി തപ്പു ഒന്നും വേണ്ട. ഓ, അവള് പറയുന്ന കേട്ടില്ലേ? കയറിപ്പൊടിയാത്ത്. ഓഹോ, അങ്ങനെയാണല്ലേ. ഇവിടെ പാർഷ്യാലിറ്റി. നോക്കിക്കോ, ഞാൻ ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ ഹെൽപ്പ് ചോദിക്കും. ഓ, ഹെൽപ്പാൻ പറ്റിയ ഒരു ചൈൽഡ്. അങ്ങോട്ടൊന്നും വിളിച്ചേക്കല്ലേ. അവര് വന്ന് ചിലപ്പോ നിന്നെ വീട്ടിൽ നിന്ന് പൊക്കിയെടുത്ത് പൊട്ടക്കിണറ്റി ഇടും. നിന്റെ സ്വഭാവം അങ്ങനെയാണ്, അതുകൊണ്ടാ. പപ്പ, യു ടു. യാ മീ 3. ഓഹോ, അങ്ങനെയാണല്ലേ. ഇന്ന് ഹെൽപ്പ് ചോദിച്ചതുപോലെ എന്തെങ്കിലും ചോദിച്ചോണ്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരും. ചപ്പറത്തലേൻ അച്ചാച്ച. പോടാ പൊട്ടി തിണ്ടി ചേട്ടാ മാറി ശരിയാക്കി തരാം ഞാൻ. ഹാ, വന്നല്ലോ. സമയം 8:30. ഇനിയെങ്കിലും മഹാനൊന്ന് വാതുറന്ന് മൊഴിയോ എവിടെ പോയതാണെന്ന്. അല്ല, കുറെ ദിവസമായി നീ ഈ ചുറ്റിക്കളി തുടങ്ങിയിട്ട്. അത് ക്രിസ്റ്റി, നീ എന്നോട് ദേഷ്യപ്പെടരുത്, വഴക്കും പറയരുത്. ഞാൻ പറയുന്നത് മുഴുവനും നീ ഒന്ന് കേക്ക് പ്ലീസ്. നിന്നോടും കൂടിയാ ഫെലിക്സേ. ഓക്കെ പതപ്പിക്കണ്ട, ദേഷ്യപ്പെടൂല. പറ എന്താണ് പ്രശ്നം? അത് എനിക്ക് ജസ്റ്റീനെ ഇഷ്ടമായി, ജസ്റ്റിക്ക് എന്നെ ഇഷ്ടമായി. ഇത് ആമിക്കും അറിയാം, എല്ലാവർക്കും അറിയാം, വീട്ടിലെല്ലാവർക്കും അറിയാം. ഞാൻ അവനെ കാണാൻ ഇന്റർവെൽ ടൈമിൽ പോകുന്നതും വൈകുന്നേരം ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി പോകുന്നതും. എന്താന്ന്? നമ്മുടെ സീനിയർ, ആ കാട്ടുമക്കാനായ ജസ്റ്റി, ജുവലിൻ്റെ അച്ചാച്ചൻ, ആക്ക് നിന്നെ ഇഷ്ടം, നിനക്ക് ആളെയും ഇഷ്ടം. നീ ഇതെന്താ എന്നോട് നേരത്തെ പറയാത്തെ? കൂൾ ഡൗൺ ക്രിസ്റ്റി, കൂൾ ഡൗൺ. ഇത് പറയണമെന്ന് വിചാരിച്ചതാ, പക്ഷെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആവണ്ടേ, അതുകൊണ്ടാണ് നേരത്തെ പറയാത്തെ. സോറി. എന്നിട്ടെന്ത്, ഇപ്പം എല്ലാം സെറ്റായ? അതാണോ ഞങ്ങളോട് ഇപ്പോഴെങ്കിലും വാ തുറന്നൊന്ന് പറയാൻ തോന്നിയത്? അത് മൊത്തത്തിൽ ആയിട്ടൊന്നുമില്ല, ചെറുതായിട്ട് ജസ്റ്റ് എന്നോട് പറഞ്ഞു ഇഷ്ടമാണെന്ന്. അല്ല, ഇത് അതിൻ്റെ ട്രൂ ഫീലിങ്സ് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാണോ? ചിലപ്പോൾ നമ്മളോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി അവനുണ്ടാക്കിയ ട്രാപ്പാണെങ്കിലോ? അങ്ങനെയൊന്നും അല്ല. അതൊന്നും അല്ല ക്രിസ്റ്റി, ശരിക്കുള്ളതാ. നമ്മൾ അടി തുടങ്ങുന്നതിന് മുമ്പേ തുടങ്ങിയതാ. അതിനെന്താ ഉറപ്പ്? അവന് നിന്നോടുള്ളത് ട്രൂ ഫീലിങ്സ് ആണെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ആട്ടുംതോലിട്ട ചെന്നായ്ക്കളുള്ള സൊസൈറ്റി അത്. അങ്ങോട്ട് ഇറങ്ങുമ്പോൾ കുറച്ച് സൂക്ഷിച്ചിറങ്ങണം അൽവി. എനിക്കെന്തായാലും ഈ കാര്യത്തിൽ വലിയ വിശ്വാസമൊന്നുമില്ല. ക്രിസ്റ്റി പ്ലീസ്, എനിക്കും ജസ്റ്റീനെ ഇഷ്ടമാണ്, ജസ്റ്റിക്ക് എന്നെ ഇഷ്ടമാണ്, അത് ഉറപ്പാണ്. ആമിക്കും അറിയാം, അവരുടെ പാരൻസിനും അറിയാം, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ചതിക്കാനാണെങ്കിൽ വീട്ടുകാരോട് പറഞ്ഞിട്ടൊക്കെ അവൻ ചെയ്യുമോ? ഇല്ല, ഇതങ്ങനെയല്ല ക്രിസ്റ്റി, പ്ലീസ് ഒന്ന് വിശ്വസിക്കുക. നിന്റെ തീരുമാനം പോലെ, നിന്റെ ലൈഫാ, ഞാനതിൽ ഒരുപാട് കയറി ഇടപെടില്ല. അവസാനം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരരുത്, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരിയെന്നാ, ഞാൻ കിടക്കാൻ പോവാ. ഗുഡ് നൈറ്റ്. എന്തു പറ്റി? അവിടെ കാര്യങ്ങൾ പറഞ്ഞോ? അവരെന്തു പറഞ്ഞു? ഫെലിക്സിന് കുഴപ്പമില്ല, പക്ഷേ ക്രിസ്റ്റി എന്നോടൊന്നും പറഞ്ഞില്ല. എന്നെ കുറച്ച് വഴക്ക് പറഞ്ഞിട്ട് അവൻ കയറി കിടന്നു. എനിക്ക് പേടിയാവുന്നുണ്ട്. അവൻ ഇനി എന്നോട് മിണ്ടൂലേ? അങ്ങനെ മിണ്ടാതിരിക്കൊന്നുമില്ല. നീ ഇങ്ങനെ വെറുതെ വിഷമിക്കാതെ. നീ നാളെ രാവിലെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ടും ശരിയാവുന്നില്ലെങ്കിൽ ഞാൻ കോളേജിലെത്തുമ്പോൾ അവനോട് വേണമെങ്കിൽ ഒന്ന് സംസാരിക്കാം. അവന് ആദമിനോടുള്ള ദേഷ്യമൊക്കെ കാണും, അതുകൊണ്ടായിരിക്കും അവനെ പറയുന്നത്. നീ വിഷമിക്കല്ലേ കേട്ടോ? ഇല്ല, വിഷമിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് സംസാരിച്ച് നോക്ക്. ഫുഡ് കഴിച്ചോ? ആമയൊക്കെ എന്തു പറയുന്നു? അവൾക്ക് പ്രത്യേക സുഖമൊന്നുമില്ല. എല്ലാ ദിവസവും കാണിക്കുന്ന പോലെ രാത്രിയത്തെ ഡ്രാമയും കാണിച്ച് ഫുഡും കഴിച്ച് അവൾ കയറി കിടന്നു. മമ്മിയും പപ്പയും കിടന്നു. ഞാൻ മാത്രമേ ഇനി ഉറങ്ങാത്തുള്ളൂ. പോയി ഉറങ്ങാം അല്ലേ? ഇത്രയും നേരം വർത്താനം പറഞ്ഞില്ലേ, അതിന്. ലവ് യു ബേബി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ലവ് യു. സീ യു ടുമോറോ.